ഹായ്. Q3 റിസൾട്ട് അപ്ഡേറ്റുകളിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് കല്യാൺ ജുവല്ലേഴ്സ് ആണ്. കല്യാണിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 42% അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 30% സെയിൽസ് ഗ്രോത്ത് Q2 Q1Q കമ്പയർ ചെയ്യുന്ന അത്ര ശരിയല്ല ഈ ജ്വല്ലറികളിലൊന്നും കാര്യത്തിൽ. കാരണം Q3 ഫെസ്റ്റിവൽ സീസണോ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുന്നതന്നെയാണ് എപ്പോഴും നല്ലത്. കഴിഞ്ഞ Q3 42% അവർക്ക് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതേപോലെ കമ്പനിയുടെ SSSG എന്ന് പറയുന്നത് ഏകദേശം 27% ഉണ്ട്. ഒരു വർഷത്തിന് മുകളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറുകളിൽ നിന്ന് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് 27% ഗ്രോ ചെയ്തിരിക്കുന്നത്. സോ കമ്പനിയുടെ ഫിഗേഴ്സ് നല്ല ഫിഗേഴ്സ് ആണ്. ടൈറ്റന്റെ അതേപോലെ തന്നെ സെൻകോയുടെ PC ജുവലേഴ്സിന്റെ എല്ലാവരുടെയും റിസൾട്ട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. എല്ലാവരുടെയും ഫിഗേഴ്സ് നല്ല ഫിഗേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ നമുക്ക് ഇമ്പാക്ട് കൃത്യമായിട്ട് ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കമ്പനികളിലൊക്കെ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് മുകളിലാണ് കമ്പനികളിലെല്ലാം പെർഫോമൻസ് വന്നിരിക്കുന്നത്. കാരണം ഈ ദുർഗാപൂജ അല്ലെങ്കിൽ ദീപാവലി ഒക്കെ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് തന്നെ ആൾക്കാർ ഈ ക്വാർട്ടറിൽ Q3 ഇത്രയും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേന് കമ്പനികളിലെല്ലാം പെർഫോമൻസ്